91 സങ്കീർത്തനം 1 വാക്യം തുടങ്ങുന്ന ഒരു പ്രൊട്ടക്ഷൻ മുഖാന്തരമാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് സങ്കീർത്തനക്കാരൻ ഇട്ടിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കണ്ടോ? എന്താ പ്രൊട്ടക്ഷൻ? അത്യുന്നതന്റെ മറവ്, സർവശക്തന്റെ നിഴല്. ആമേൻ. ഇത് ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ തലമുറയെ തകർക്കുവാൻ ഒരു മന്ത്രവാദിക്കും ഒരു ശകുനവാദിക്കും ഒരാഭിചാരകനും ഒരു മഷിനോട്ടക്കാരനും ഈ ലോകത്തിന്റെ ഒരു മോഹത്തിനും ഇൻപങ്ങൾക്കും അവനെ തൊടാൻ കഴിയത്തില്ല. കാരണം ദൈവം ഇട്ടിരിക്കുന്ന പ്രൊട്ടക്ഷൻ നിന്റെ ഭർത്താവിന്റെ മേലുണ്ടെങ്കിൽ, നിന്റെ മേലുണ്ടെങ്കിൽ, നിന്റെ സന്തതികളുടെ മേലുണ്ടെങ്കിൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ആമേൻ. ഇനി ഈ വിളി ഉള്ളവനോടാണ് പോരാട്ടമുള്ളത്. സ്തോത്രം. ആമേൻ. പോരാട്ടമുള്ളത് ആരോടാ? വിളിയുള്ളവളോടാ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നിൽ കഴിഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ വിളിയുള്ളവന്റെ മുമ്പിൽ വരും. ആമേൻ. പക്ഷെ അതിനകത്ത് പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ആ തയ്യാറാകുന്നവരെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം മനുഷ്യ ജീവിതത്തിൽ അനർത്ഥം വരാം, കൂരിരുൾ വരാം. എന്നാൽ ഒരു ഭക്തൻ അതിൽ കൂടി കടന്നു പോകേണ്ടി വരും. ആമേൻ. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചേ. 91:3 വായിച്ചേ. അവൻ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും. 3 സംഭവങ്ങൾ. ഒന്ന്, 91 സങ്കീർത്തനത്തിൽ ഒരു വേട്ടക്കാരനുണ്ട്. ആമേൻ. 2, ഒരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട്. 3, നാശകരമായ ഒരു കുഴിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ വേട്ടക്കാരൻ? ആമേൻ. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ ആമേൻ ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി പാപത്തിന്റെ വഴിയിലേക്ക് കൊണ്ടിട്ട് അവനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാതെ വേണ്ട അവനെ നശിപ്പിക്കാൻ നോക്കുന്ന വേട്ടക്കാരൻ. ആമേൻ. എന്ന് വെച്ചാൽ നിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ഏതോ ഒരു സ്പിരിറ്റ് ആ വ്യക്തിയുടെ അകത്ത് കയറി വന്ന് അവനെ കൊണ്ട് കൊള്ളരുതാത്ത പാപങ്ങൾ ചെയ്യിപ്പിക്കുകയും അവനെ അക്രമശക്തനാക്കുകയും ചെയ്യും. ആമേൻ. 2, ചില കെണിയിലേക്ക്, ചില കുരുക്കിനകത്തേക്ക് അവനെ പെടുത്തും. എന്ന് വെച്ചാൽ പലരെയും കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ സാത്താൻ അവന്റെ മേൽ കൊണ്ടിടും. ഇത് എങ്ങനെയാ? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകലിൽ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിനകത്ത് അനർത്ഥങ്ങൾ നടക്കുന്നത് എങ്ങനെയാ? പാപം പെരുകുന്നത് എങ്ങനെയാ? ദാവീദിന്റെ മകൻ ശലോമോൻ സദൃശവാക്യം 23:30 മുതൽ വളരെ വ്യക്തമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. സദൃശ്യവാക്യം 23:30 മുതൽ ഒന്ന് താഴോട്ട് വായിച്ചേ. വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും ഉള്ള ഒരു ദൂത. ഹലോ, വീഞ്ഞ് ചുവന്ന് തിളങ്ങുന്നതും, മനസ്സിലായില്ലേ? ഒരു ഗ്ലാസിൽ ബ്രാൻഡി, വിസ്കി, റമ്മ് ഒഴിച്ചു വെക്കുമ്പോൾ അത് ചുവന്ന് തിളങ്ങും. യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ അത് നോക്കരുത്. ചുവന്ന് തിളങ്ങും. നിനക്കത് കുടിക്കുവാനുള്ള ടെൻഡൻസി
സാത്താൻ നിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. ആമേൻ. കരമുയർത്തുന്ന സ്വത്രം പറഞ്ഞേ. ആരാടാ ഈ വേട്ടക്കാരൻ? നിനക്ക് അവൻ ഒരുക്കുന്ന കെണി കണ്ടോ? നിന്നെ തകർത്ത് കളയുവാൻ അവൻ ഒരുക്കി വച്ചിരിക്കുന്ന നാശകരമായ ഒരു കുഴി കണ്ടോ? ഇവിടെ ശലോമോൻ വെളിപ്പെടുത്തുകയാ. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും അത് രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. അടുത്ത് നീ അത് നോക്കിയാൽ, നീ അത് രുചിച്ചാൽ, നീ അത് കഴിച്ചാൽ അത് സർപ്പം പോലെ കൊത്തും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് നേരെ ചൊവ്വേ ഇരിക്കത്തില്ല, അത് പരസ്ത്രീകളെ നോക്കും. അടുത്തത് നിന്റെ ഹൃദയം നല്ലത് പറയത്തില്ല, അത് വക്രത പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ നിന്റെ അകത്തളങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സാത്താൻ നിന്നെ പലതും ചെയ്യുവാൻ അവൻ പ്രേരിപ്പിക്കും. സ്തോത്രം. ഇന്നത്തെ നാട് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ? ഈ ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ? പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഇന്റർനെറ്റുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരുത്തൻ 5 പേരെ കൊന്നു, 6 പേരെ കൊന്നു, മകൻ അപ്പനെ കൊന്നു എന്നുള്ള വാർത്തകൾ നമ്മുടെ കണ്ണുകളിലും കാതുകളിലും വന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ടടുത്തമായ നെടുമങ്ങാടിനപ്പുറത്ത് വെഞ്ഞാറമൂട്ടിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം നിങ്ങൾക്കറിയണ്ടേ? അഫാൻ എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരൻ ഒരു വീട്ടിലുള്ള 4 പേരെയും അവൻ സ്നേഹിച്ച് അവൻ പരിചയപ്പെട്ട ഒരു സഹോദരി, അങ്ങനെ 5 പേരെ ഒറ്റ ആയുധം കയ്യിലെടുത്ത് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് 5 പേരെയും കൊല്ലുവാനിടയായി. ആഫാന്റെ ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത് കടന്നുകൂടിയ ശക്തി ഏതാണ്? അവൻ ഉപയോഗിച്ച മയക്കുമരുന്നും മദ്യവുമല്ലേ? ഈ നാട് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ? ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന സ്നേഹിത, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, നിന്റെ കുടുംബം തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ മെസ്സേജ് നീ കേൾക്കണം. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇവിടത്തെ ന്യായപാലന്മാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടത്തെ ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടത്തെ പോലീസ് അധികാരികൾക്ക് ഇത് അമർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ഓരോ മാസം കഴിയും തോറും അനേകര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഓരോ ദിവസം നേരം പുലരുമ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുത്തൻ 5 പേരെ കൊന്നു, 6 പേരെ കൊന്നു, അതിലധികം പേരെ കൊന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാ. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് ജോളി എന്ന് പേരുള്ള ഒരു സഹോദരി 5 or 6 പേരെ അവൾ കൊന്നു. എങ്ങനെ കൊന്നു? അവൾ സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. ചില സമയത്ത് ഒരു ശക്തി എൻ്റെ മേൽ വന്നു കയറും, എന്നെ കൊണ്ട് പലതും ആ ശക്തി ചെയ്യിപ്പിക്കും. കണ്ടോ? ദുഷ്ടൻ ഒരുക്കുന്ന കെണി കണ്ടോ? വേട്ടക്കാരൻ ഒരുക്കുന്ന കെണി കണ്ടോ?
നാശകരമായ കുഴിയിൽ നിന്നെ വലിച്ചിറക്കുമ്പോൾ, ശത്രു പദ്ധതി ഇടുമ്പോൾ, ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ വീണ്ടെടുപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ ക്രിസ്തു ഇന്ന് പകലിൽ നമ്മുടെ അരികിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കാതെ, നിന്റെ തലമുറ പാപത്തിൽ വീണുപോകാതെ, നിന്റെ തലമുറ കേസിൽ കുരുങ്ങാതെ, നിന്റെ തലമുറ മരണത്തിന് വിധേയപ്പെടാതെ വന്നു നിന്റെ തലമുറയെ അവൻ രക്ഷിപ്പാൻ ഉലകത്തിൽ ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന് നിന്നെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയും. ഈ സുവിശേഷത്തിന് നിന്നെ കൊണ്ട് അവൻ ഒരു നല്ല ദൈവ പൈതലായി നിന്നെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ ഉറിയാക്കോട് 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അറിയണ്ടേ? അപ്പനും അമ്മയും പുറത്തു പോയിരുന്ന സമയം 2 കൊച്ചുമക്കൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാ. 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 9 വയസ്സുകാരി തൻ്റെ സഹോദരനോടൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് തമ്മിൽ പിണങ്ങി എന്തോ ഒരു കാരണത്താൽ ആ 9 വയസ്സുകാരിയായ മകള്, 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മകള്, ആമേ സ്തോത്രം, വീട്ടിനകത്ത് കയറി, ടോയ്ലറ്റിനകത്ത് കയറി അവൾ വാതിൽ കുറ്റിയിട്ട് ആമേ കുറച്ച് സമയം കഴിയുമ്പോൾ ആ കുട്ടിയുടെ അമ്മൂമ്മ വന്ന് വിളിക്കുമ്പോൾ ആ ഡോറ് തട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ഷോളിൽ 9കാരി തൂങ്ങി നിൽക്കുകയാണ്. ആമേ, ഈ ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹിത? ഇന്ന് പകൽ മനസ്സിലാക്ക്, യേശുവേ എന്ന് വിളിക്ക്. നിന്നെ വിടുവിപ്പാ ഈ ഉലകത്തിൽ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കഴുത്തു വെട്ടിയവൻ, മാല പറിച്ചു കൊണ്ടുപോയവൻ, അപ്പനെ കൊന്നവൻ, 10 കൊലപാതകം ചെയ്തവനെ ഹല്ലേലൂയ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തെ കൊടുത്ത് ജയിലറയ്ക്കകത്ത് വെച്ച് പാസ്റ്ററായി പുറത്തിറക്കിയത് എന്റെ യേശു മാത്രമാണ്. ഇവിടുത്തെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇവിടുത്തെ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വിധിക്കാനേ പറ്റത്തുള്ളൂ. ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന് ഒരു രൂപാന്തരം കൊടുക്കുവാൻ, അവനൊരു മാനസാന്തരം കൊടുക്കുവാൻ ഈ സുവിശേഷത്തിനെ കഴിയത്തുള്ളൂ. ഉറപ്പുള്ളവർ കരമടിച്ച് ഈ ദൂതേറ്റെടുക്കുക. ഇന്ന് പകലിൽ ശത്രു നിനക്കെതിരെ ഒരുക്കി വെച്ച ചില കെണികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നാശകരമായ മഹാമാരിയിൽ നിന്ന്, കുടഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ വെടിവിപ്പാൻ യേശുവിന് കഴിയോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നതും അത് ചുവന്ന് തിളങ്ങുന്നതും നീ നോക്കരുത്. അത് നോക്കിയാൽ, അത് കുടിച്ചാൽ നീ സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും, നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. ആമേ, നീ നടുകടലിൽ ക്ഷയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നവനെ പോലെയും നീ ആയിരിക്കും. നിന്റെ നാവ് ശരിയായ ദിശയിൽ സംസാരിക്കത്തില്ല. അത് കേട്ട് പലരും വന്ന് നിന്നെ പ്രയോഗിക്കും. അപ്പോൾ നീ പറയും, എനിക്ക് നൊന്തില്ല, അവർ തല്ലിയത് ഞാൻ അറിഞ്ഞില്ല. കാരണം നിന്റെ അകത്ത് കയറിയ മയക്കുമരുന്ന്, നിന്റെ അകത്ത് കയറിയ മദ്യം നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും. ഈ ലോകം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ വിടുവിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ മാർഗമാണ്. അതുകൊണ്ട് സ്നേഹിത, നീ ഏത് മാനവ കുലത്തിന് ജനിക്കപ്പെട്ടവനായാലും, നീ ഏത് മതസ്ഥനായാലും, മതം ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ ഡ്യൂട്ടി മതം മാറ്റുന്ന വിഷയമല്ല. ഇന്ന് പകൽ വചനം വിളിച്ചു പറയുന്നു, നിന്റെ മനസ്സിനെ മാറ്റുന്ന ഒരു സന്ദേശമാണ് ഇന്ന് പകലിൽ ഞങ്ങളുടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നീ ഏത് ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ നഷ്ടപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, കോടിക്കണക്കിന് ആസ്തികൾ ഉണ്ടായിരുന്നിട്ട് നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ വന്ന നീ ഭാരപ്പെട്ട്, നീ കണ്ണുനീരോടെ നീ കരയുന്ന വ്യക്തിയാണോ? ആ ഇടത്തിരുന്ന്, നിന്റെ ബെഡ്റൂമിലിരുന്ന് ഒന്ന് മുഴങ്കാല് മടക്കി ആ കൈയൊന്ന് മലത്തിപ്പിടിച്ച് ആ ശിരസൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, യേശുവേ എന്നെ സഹായിക്കണമേ, ഇന്ന് കരയുവാൻ എത്ര പേർക്ക് കഴിയോ? ഉറപ്പുള്ളവർ കരമടിച്ച്
ചുടമന ഹസ്തരാജ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാം വാക്യം, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കണ്ടോ ദൈവ പൈതലേ? സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടോ? കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് വെള്ളറയിൽ നടന്നൊരു സംഭവം നമുക്കറിയാം. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്ത് മകൻ MBBS ഡോക്ടറേറ്റ് എടുത്ത് പഠിക്കുന്ന ഒരു മകൾ അപ്പനെ തണ്ണിമത്തൻ മുറിച്ചു വെച്ച ആ കത്തി കൊണ്ട് 28 കുത്തുകുത്തി സ്വന്തം അപ്പനെ കൊന്നു. ഇതാരാ പ്രവർത്തിക്കുന്നത്? ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അവന്റെ പേരാണ് ലൂസിഫർ. ഹല്ലേലൂയ. അവൻ ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശരി, സ്വസ്ഥത കൊടുക്കത്തില്ല. നിന്നെ ഒരു ഭ്രാന്തനാക്കി നിന്നെ പുറത്തു കൊണ്ടുവരാതെ വേണം വാഗ്ദത്തമുള്ള നിന്റെ തലമുറയെ ചില കുരുക്കിനകത്തിട്ട് കുരുക്കിക്കളയുക. നിനക്കെതിരെ അഴിഞ്ഞാടുന്ന ചില പൈശാചിക ശക്തികളെ ഇന്ന് പകൽ കരമടിച്ച് അവനെ പുറത്താക്കുക. ഇയ്യോബ് എന്ന ഭക്തൻ പറയുന്നുണ്ട്, മനുഷ്യൻ അവന്റെ നേരെ കൈകൊട്ടു, അവൻ ആ സ്ഥലത്തു നിന്ന് ഓടിപ്പോകും കരമടിച്ച്. ഓ റാബാ ശഗാലബാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യം 23:26 കൂടി ഒന്ന് വായിച്ചേ. മകനേ, ഹലോ എന്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇൻപമായിരിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, എന്റെ മകള്, എന്റെ മകന്, ഭാരത്തോടെ കഴിയുന്ന കണ്ണുനീരോടെ കഴിയുന്ന, സ്വസ്ഥത നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബമേ, എന്റെ മകള്, എന്റെ മകന്, നിന്റെ ഹൃദയം എനിക്ക് തരിക. അടുത്തത് ആമേൻ. ഹല്ലേലൂയ. ശലോമോന്റെ സങ്കീർത്തനം, ശലോമോന്റെ ഒരു വചനമാണ് സദൃശ്യവാക്യം. ഇന്നത്തെ തലമുറയുടെ പോക്കെങ്ങോട്ടാ മനസ്സിലാക്കണം. ആമേൻ. 91 സങ്കീർത്തനം 10 വായിക്കുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഞാൻ പറയാ, ദോഷം ചെയ്യുന്നവൻ ഇന്നും നാളെയും മറ്റന്നാള് നിനക്കെതിരെ അവൻ ദോഷം ചെയ്യും. പക്ഷെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥനയോടെ ഇരിക്കുന്നവളാണെങ്കിൽ നിനക്കൊരനർത്ഥവും സംഭവിക്കത്തില്ല. അനർത്ഥങ്ങൾ കുടുംബങ്ങൾ വിട്ട് ഇറങ്ങിപ്പോകട്ടെ. ദുർമരണങ്ങൾ, ആക്സിഡന്റുകൾ, അപകടങ്ങൾ, മദ്യപാനത്തിന്റെ ആസന്ന ശക്തികൾ, മയക്കുമരുന്നിന്റെ ആസന്ന ശക്തികൾ കുടുംബം വിട്ട് ഇറങ്ങിപ്പോകട്ടെ. അനർത്ഥം വിട്ടിറങ്ങട്ടെ, അനർത്ഥം വിട്ടിറങ്ങട്ടെ. 23-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം, അനർത്ഥം വിട്ടിറങ്ങുന്നു, അനർത്ഥം വിട്ടിറങ്ങുന്നു, അനർത്ഥം വിട്ടിറങ്ങുന്നു. തിരിച്ചു കയറുന്നത് ആരെന്നറിയണ്ടേ? 23-ാം സങ്കീർത്തനം 6-ാം വാക്യം, നന്മയും കരുണയും സന്തോഷവും നിന്റെ ഭവനത്തിനകത്ത് തിരിച്ചു കയറി വരട്ടെ. ഓ, നന്മയും കരുണയും സന്തോഷവും നിന്റെ ഭവനത്തിൽ തിരിച്ചു കയറട്ടെ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവവേദന നിന്റെ മേലൊരു പ്രൊട്ടക്ഷൻ ദൈവം പകരുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. 15-ാം വാക്യത്തിൽ 91 15-16 വായിക്കുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരുന്ന് ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തു. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും, എൻ്റെ രക്ഷയെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹിത, ക്രിസ്തുവിലേക്ക് മടങ്ങുക, യേശുവിലേക്ക് വിശ്വസിക്ക്, യേശുവിനെ വിശ്വസിക്ക്. വിശ്വസിക്കാൻ കൊള്ളാം എന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഈ ഉലകത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ യേശുവാണ്. ലോകത്തിൽ കിടന്ന എന്നെ, മദ്യത്തിന് അടിമപ്പെട്ട് കിടന്ന എന്നെ, അനവധി കേസിനകത്ത് കുരുങ്ങിക്കിടന്ന എന്നെ, ഈ
സത്യമാർഗത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ യേശുവാണ്, ഈ വചനമാണ്. ഹല്ലേലൂയ. ആമേ തനി ആമേ രാഷ്ട്രീയത്തിനകത്ത് കിടന്ന എന്നെ ആമേ ഹല്ലേലൂയ അനേകം ആമേ ആളുകളോട് ചെളിയിൽ കിടന്ന എന്നെ, സുവിശേഷത്തിനെതിരെ വിരൽ ചൂണ്ടിയ എന്നെ, സുവിശേഷം ചെയ്യുന്നവരെ ഉപദ്രവിച്ചതായ എന്നെ എൻ്റെ ദൈവം ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് ആയിരക്കണക്കിന് ജനത്തിന്റെ മുമ്പിൽ ഈ സത്യസുവിശേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനേക ഇടങ്ങളിൽ, അനേക ഭവനങ്ങളിൽ, അനേക സംസ്ഥാനങ്ങളിൽ, അനേക ജില്ലകളിൽ, അനേക സഭകളിൽ ദൈവം എന്നെ അയച്ചുകൊണ്ടിരിക്കുകയാ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് പിന്നെയില്ല. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ആമേ 3-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, നഷ്ടപ്പെട്ട അപ്പൻ്റെ ആട് എവിടെ വെച്ചാ നഷ്ടപ്പെട്ടത്? മരുഭൂമിക്കകത്ത് വെച്ചാ നഷ്ടപ്പെട്ടത്. എത്ര എണ്ണത്തിൻ്റെ ഇടയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്? 100 എണ്ണത്തിൻ്റെ ഇടയിൽ നിന്നതാ. വാഗ്ദത്തമുള്ള ഒന്നിനെ ആ മുള്ളിൻ്റെ ഇടയിൽ കൂടി ഇടയൻ കൊണ്ടുവിട്ട അതേ സ്ഥലത്ത് നിന്ന് അതിനെ റൂട്ട് തെറ്റിപ്പിച്ച് ആ ഉഗ്രവിഷമുള്ള മുള്ളിൻ്റെ ഇടയിൽ കൂടി വലിച്ചു കൊണ്ടുപോയി ഏതോ ഒരു അഗാധമായ കുഴിയിലേക്ക് ആ ആടിനെ ഇട്ടിരിക്കുകയാ. ഒരിക്കലും ആർക്കും ചെന്നെത്തുവാൻ കഴിയാത്ത ഇടത്തിൽ നിന്റെ തലമുറയെ കുരുക്കിട്ട് ഇതുപോലെ കുരുക്കി ഒതുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ആമ ഇടയൻ ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. എൻ്റെ ആടെ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. ആമ ആടുകൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുത്തൊരു ഇടയനുണ്ട്. ഇന്ന് പകൽക്കാലം ഉറപ്പുണ്ടെങ്കിൽ പറ, നിന്റെ തലമുറ ഏത് കുടിക്കകത്ത് കിടന്നാലും, ഏത് മയക്കുമരുന്നിനകത്ത് കിടന്നാലും, ഏത് മദ്യത്തിനകത്ത് കിടന്നാലും ഒറ്റ സെക്കൻഡ് മതി, എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ഒരുപക്ഷെ പ്രസവിച്ച അപ്പന് നിന്നെ വേണ്ട, അമ്മയ്ക്ക് നിന്നെ വേണ്ട, അച്ചാച്ചന്മാർക്ക് നിന്നെ വേണ്ട, പക്ഷെ യേശുവിന് നിന്നെ വേണോ? അങ്ങനെ എന്നെ തേടി വന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ ഹല്ലേലൂയ ഈ ദൂതന്റെ നാവിൽ തന്നെങ്കിൽ സ്നേഹിത, അത് നിന്റെ വിടുതല, നിന്റെ വിടുതല. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്, കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനകത്ത് അടുക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ശരീരം വിട്ടുകൊടുത്ത് ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. മക്കൾക്ക് വേണ്ടി കരയുന്ന അമ്മമാർ, മക്കൾക്ക് വേണ്ടി കരയുന്ന അപ്പന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നോടുള്ള ദൂത പരിശുദ്ധാത്മാവ് ഷെയർ ചെയ്തത്. യെസ്, എന്നെ കാണുകയില്ല, ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല, ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എല്ലാവരും മധുരങ്ങളെ തുറന്ന് അല്പസമയം ആരാധിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ, നിന്റെ രട്ടിനെ അഴിച്ച് നിന്നെ സന്തോഷം ഒളിപ്പിക്കുകയോ എന്റെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ശക്തിയോടെ എല്ലാ ദൈവമക്കളും അന്യഭാഷ പറഞ്ഞൊന്ന് ആരാധിച്ചേ. ആമേൻ, 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 ആമേൻ. അർത്ഥകരാജര വൈദകരാജര വൈദകരാജര നസ്തകരാജര
പുസ്തകരാജര വൈദവരാജര ചൂടവനത്തെ ചൂടവനന്തര പുസ്തകരാജര ഘടകം വേദം ഘടകം ചൂടം ദാനം കസ്തദാനം മർത്തം വൈഡം. യേശുവിന്റെ നാമത്തിൽ ചില വെല്ലുവിളികൾ, ചില എതിരുകൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനുഷ്യമായ എതിരുകൾ, മാനുഷ്യമായ പോരുകൾ, പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ രാജാ വൈഡേ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ദൈവമേ കർത്താവേ, ഒരു ആത്മീയ ചൈതന്യം ഞങ്ങളുടെ നടുവിൽ ദൈവം അയച്ചതിനാൽ, ചില വെല്ലുവിളിയുടെ മുമ്പിൽ ദൈവം ചിലതിനെ ഉടച്ച് മാറ്റിയതിനാൽ കർത്താവേ, ഭാരപ്പെട്ട് കണ്ണുനീരോട് കൊണ്ടുവന്ന ചില വിഷയത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്റെ മേൽ ഇറങ്ങുകയാ.